നമസ്കാരം. ജമ്മു കശ്മീരിൽ വീണ്ടും അശാന്തിയുടെ ദിവസങ്ങൾ വരുമ്പോൾ അതെല്ലാം തരണം ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാനുമാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇപ്പോഴിത് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലത്തിലൂടെയുള്ള ആദ്യ ട്രെയിൻ സർവീസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഒറ്റത്തൂണിൽ 96 കേബിളുകളുടെ കരുത്തിൽ നിൽക്കുന്ന 5 പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നദിയിൽ നിന്ന് 359 മീറ്ററാണ് ഉയരം. ഈഫൽ ടവറിനേക്കാൾ 324 മീറ്റർ, 35 മീറ്റർ അധികം ഉയരം, നീളം 1100 മീറ്റർ, ചെലവ് 1486 കോടി രൂപ, ആർച്ചിന്റെ ഭാരം 13,000 മെട്രിക് ടൺ, മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഭൂകമ്പത്തെ ചെറുക്കാനും പാലത്തിന് സാധിക്കും. ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പാലത്തിന്റെ പ്രധാന ഭാഗം 467 മീറ്ററിലുള്ള കമാനമാണ്. 17 സ്പാനുകളുണ്ട്. പാലത്തിന് 120 വർഷത്തെ ആയുസ്. തീവണ്ടികൾ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാം. ജമ്മു കശ്മീരിന്റെ റിയാസി ജില്ലയിലെ കത്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽപാത. 2002 കശ്മീരിന്റെ വടക്കേ നഗരമായ ബാരാമുള്ളയെ ദില്ലിയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്ന പദ്ധതി ആവിഷ്കരിച്ചത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ്. പദ്ധതിക്ക് ഉയർന്ന മുൻഗണന നൽകിയെങ്കിലും കാലാവസ്ഥയും കരാർ പ്രശ്നങ്ങളും കാരണം പദ്ധതിക്ക് നിരവധി കാലതാമസമുണ്ടായി. 2019 അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 ജൂലൈയിൽ പാലത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചെങ്കിലും 2018 കരാർ പ്രശ്നങ്ങൾ കാരണം ഇത് വീണ്ടും വൈകി. കോവിഡ് കൂടി എത്തിയതോടെ പദ്ധതിയുടെ നിർമ്മാണം വീണ്ടും മന്ദഗതിയിലായി. എന്നാൽ അതിനുശേഷം ദ്രുതഗതിയിലാണ് നിർമ്മാണം മുന്നോട്ടു പോയത്. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായ പാത ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു. ചെനാബ് പാലത്തിന് നദീനിരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരമുണ്ട്. അതേസമയം പാലത്തിന് 120 വർഷത്തെ ആയുസാണ് പറഞ്ഞിട്ടുള്ളത്. തീവണ്ടികൾ 110 കിലോമീറ്റർ വേഗത്തിൽ ഓട്ടിക്കാം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാലത്തിന്റെ നിർവഹണ ഏജൻസി. സംയുക്ത സംരംഭമായ ചെനാബ് ബ്രിഡ്ജ് പ്രൊജക്ട് അണ്ടർടേക്കിംഗിലാണ് കരാർ. ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്ഗോഡ്സ് എന്ന കമ്പനിയാണ് നിർമ്മാണ നേതൃത്വം. കൂടാതെ 2002 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചതോടെയാണ് പദ്ധതിക്ക് വേഗത കൈവന്നത്. സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജായ ചെനാബ് റെയിൽപാലം ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ വലിയ നിർമ്മിതമാണ്. അതിനാൽ തന്നെ പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പൂർവ്വ മാതൃകകൾ രാജ്യത്തിലില്ലായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുള്ള സ്റ്റീൽ ആർച്ച് പാലങ്ങളെ മാതൃകയാക്കിയാണ് എഞ്ചിനീയർമാർ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.